ആ പദ്ധതി നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് നമുക്കറിയാം. യിരെമ്യാവിലെ വാക്യമൊക്കെ നമ്മൾ പലപ്പോഴും ഉദ്ധരിക്കാറുണ്ട്. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ആലോചന പദ്ധതി. അതുപോലെ റോമാലേഖനത്തിലും നാം വായിക്കുന്നുണ്ട്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ എന്ത് ചെയ്യുന്നു? സകലവും നന്മയ്ക്കായി. ആ നന്മ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പല സമയത്തും തെറ്റായിട്ടാണ് ധരിക്കാറുള്ളത്. എന്നാൽ ആ നന്മയുടെ യഥാർത്ഥ അർത്ഥം അതിൻ്റെ താഴത്തെ വാക്യങ്ങളിലുണ്ട്. കാരണം വേദപുസ്തകം വ്യാഖ്യാനിക്കുന്നതിനൊരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ചല്ല പലപ്പോഴും ഞങ്ങളൊക്കെ വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ട് വ്യാഖ്യാനങ്ങൾ തെറ്റിപ്പോകുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം, അതായത് ഈ ബുധനാഴ്ച വൈകിട്ട് ഞാൻ പണ്ട് പ്രസംഗിച്ച ഒരു ഗ്രൂപ്പ് ഇപ്പോഴും എല്ലാ ആഴ്ചയും ആ മെസ്സേജുകളുണ്ട്. വേറൊരാളിനെ, അതായത് അന്ന് ഞാൻ അവിടെ കൂടിയത് കൊണ്ട് എല്ലാ ആഴ്ചയും എനിക്കതിൻ്റെ ലിങ്കൊക്കെ അയച്ചു തരും. ചിലപ്പോൾ എനിക്ക് അവസരമുള്ളപ്പോഴൊക്കെ ആണെങ്കിൽ ഞാനൊന്ന് കയറി നോക്കും. അങ്ങനെ കയറിയപ്പോൾ അദ്ദേഹം എടുത്ത വാക്യം കൊലോസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യമാണ്. അവിടെ എഴുതിയിരിക്കുന്നത്, ചട്ടങ്ങളാൽ നമുക്ക് വിരോധമായി എഴുതിയ കയ്യെഴുത്ത്. അത്രേ വായിച്ചുള്ളൂ. ബാക്കിയൊന്നും മുമ്പോട്ടും പുറകോട്ടൊന്നും വായിച്ചില്ല. എന്നിട്ട് ഒടുവിൽ അദ്ദേഹം അത് കൊണ്ടുവച്ചത്, എനിക്കും നിങ്ങൾക്കും എതിരായി ജോലി സ്ഥലത്ത്, വീട്ടിൽ, കുടുംബസ്വത്ത് വിഭാഗിക്കുന്നതിൽ ഒക്കെ വിരോധമായി എഴുതിയ പല എഴുത്തുകളുണ്ടെന്ന്. വളരെ ദുഃഖം തോന്നി. അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവം തന്നെ ന്യായപ്രമാണത്തിലൂടെ ജാതികളായ നമുക്ക് ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുന്നതിന് വിരോധമായി എഴുതിയ ന്യായപ്രമാണമെന്ന എഴുത്തിനെ കുറിച്ച്, ചട്ടങ്ങളാൽ എന്ന്, സ്റ്റാറ്റ്യൂട്ട്സ്, ന്യായപ്രമാണത്തെക്കുറിച്ചാണ് പറയുന്നത്. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ ആ ന്യായപ്രമാണത്തെ എന്ത് ചെയ്തു? സ്തോത്രം, നമുക്ക് വിരോധമായിരുന്ന പ്രമാണത്തെ മാറ്റി, മായിച്ചു, ഇറേസ് ചെയ്തു. അതിനെ ക്രൂശിൽ തറച്ചു. എന്നിട്ട് നമുക്ക് യേശുക്രിസ്തുവിൻ്റെ ദേഹം എന്ന തിരശീല ചീന്തി പിതാവായ ദൈവത്തിങ്കലേക്ക്, സ്തോത്രം, ഒരു പുതുവഴി തുറന്ന് പ്രവേശനം ഒരുക്കി. അതിൻ്റെ ഓർമ്മയായിരിക്കുന്ന സാധനം കൂടെ. പ്രൈസ് ഗാഡ്, സ്തോത്രം. അപ്പോൾ വ്യാഖ്യാനത്തിൽ വരുന്ന പിശകിനെക്കുറിച്ച് ഞാനൊന്ന് ഓർപ്പിച്ചത്. അതുകൊണ്ട് നാം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നെന്ന് നമ്മൾ പറയുന്നു. കൂടി വ്യാപരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്, അല്ലേ? സ്തോത്രം. റോമാലേഖനം 8-ാമത്തെ വാക്യമാണ്. സ്തോത്രം. ഒന്ന്, വ്യാപരിക്കുന്നു. നമ്മളത് പലപ്പോഴും ദൈവം അത് വ്യാപരിപ്പിക്കുന്നു. ഓക്കെ, കുഴപ്പമില്ല, തെറ്റില്ല, അർത്ഥം അത് തന്നെയാണ്. എന്താണ് നന്മ? അവിടെ പറയുന്ന നന്മ എന്താ? എനിക്ക് കിട്ടാൻ പോയ, ഞാൻ ജോയിൻ ചെയ്യാൻ പോയ ഒരു ജോലി എനിക്കങ്ങ് നഷ്ടപ്പെട്ടു. ആൾക്കാർ പറയത്തില്ലേ, ബിറ്റ്വീൻ ദ കപ്പ് ആൻഡ് ദ ലിപ്സ് സംതിങ് വി ലോസ്. കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ച് നഷ്ടപ്പെട്ടെന്ന്. ഇപ്പം കിട്ടുമെന്നുള്ള നിലയിലെത്തിയപ്പോഴത്തേക്കും അതങ്ങ് പോയെന്ന്. അതിനാ അങ്ങനത്തെ ഒരു പ്രയോഗമുള്ളത്, ബിറ്റ്വീൻ ദ കപ്പ് ആൻഡ് ദ ലിപ്സ്. അങ്ങനെ നഷ്ടപ്പെട്ടാൽ നമ്മൾ അവരെ ആശ്വസിപ്പിക്കും, മോനെ നന്മയ്ക്കടാ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ ശമ്പളത്തിൽ ഇതിനേക്കാൾ നല്ല ജോലി കിട്ടാൻ പോകുന്നു. ഒരു കല്യാണം ഇപ്പം നടക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നത് മാറിപ്പോയി. നമ്മൾ ഇത് തന്നെ പറഞ്ഞ് ആശ്വസിപ്പിക്കും, ഇതിനേക്കാൾ നല്ലത് വരാനാടാ. ഇതാണോ അവിടെ പറയുന്ന ഈ 28-ാം വാക്യത്തിലെ നന്മ? നോ, അല്ല. പിന്നെന്താ നന്മ?
ആ നന്മ എന്താണെന്നാണ് 29 വാക്യത്തിൽ നമ്മൾ ഇന്നലെ വൈകിട്ട് വായിച്ചത്. സ്തോത്രം. നാം യേശുക്രിസ്തു തൻ്റെ സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് നമ്മെ തൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. സ്തോത്രം. മനസ്സിലായോ? നാം യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ വേണ്ടി ദൈവം ഇതെല്ലാം ഒരുക്കുകയാണ്. സ്തോത്രം. എൻ്റെ ജീവിതത്തിലെ കഷ്ടതകളോ സങ്കടങ്ങളോ രോഗങ്ങളോ ദുഃഖങ്ങളോ എല്ലാം ദൈവം എന്തിനു വേണ്ടി ഒരുക്കുകയാണ്? എൻ്റെ തേജസ്സിനായിട്ട്, എൻ്റെ തേജസ്സിനായിട്ട്. സ്തോത്രം. തിരുവട്ടാർ കൃഷ്ണൻകുട്ടിയുടെ ഭാഷ ഞാനൊന്ന് കടമെടുത്ത് ചോദിക്കുക. ഈ ലോകത്തിൽ ജീവനില്ലാത്ത ദൈവങ്ങളുണ്ടല്ലേ? ആ ജീവനില്ലാത്ത ദൈവങ്ങൾക്ക് പ്രതിമകളുണ്ട്. ജീവനില്ലാത്ത ദൈവങ്ങൾക്ക് പ്രതിമകളുണ്ട്. ആ പ്രതിമകൾക്ക് ജീവനുണ്ടോ? ഇല്ല. അപ്പോൾ തിരുവട്ടാരൻ്റെ ഭാഷയാണ്, ജീവനില്ലാത്ത ദൈവങ്ങൾക്ക് ജീവനില്ലാത്ത പ്രതിമകൾ. ഇനി ഒരു ചോദ്യം, ജീവനുള്ള ദൈവമുണ്ടോ? ഉണ്ട്. ജീവനുള്ള ദൈവത്തിന് പ്രതിമയുണ്ടോ? ഉണ്ട്. ആ പ്രതിമയ്ക്ക് ജീവനുണ്ടോ? പ്രതിമയുണ്ടെങ്കിൽ, ജീവനുള്ള ദൈവത്തിന് പ്രതിമയുണ്ടെങ്കിൽ ആ പ്രതിമയ്ക്ക് തീർച്ചയായും ജീവനുണ്ട്. സ്തോത്രം. വായിച്ചോളൂ, കൊലോഷ്യൻസ് 1:15. കൊലോസ്യർ 1:15 വാക്യം. സ്തോത്രം. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും. അവൻ ആര്? യേശുക്രിസ്തു. ആരാണ്? എന്താണ് ക്രിസ്തു? പ്രതിമയാ. ആരുടെ? അദൃശ്യനായ ദൈവത്തിൻ്റെ. സ്തോത്രം. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഇമേജ് ഓഫ് ദ ഇൻവിസിബിൾ ഗാഡ്. ആ പ്രതിമയ്ക്ക് ജീവനുണ്ടോ? ഉണ്ട്. എൻ്റെ വിഷയം അതല്ല, അവിടെ നിൽക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സമയമില്ല. എൻ്റെ ചോദ്യം നമ്മുടെ വിഷയത്തോടനുബന്ധിച്ച്, ഈ പ്രതിമയ്ക്ക് പ്രതിമകളുണ്ടോ? ജീവനുള്ള അദൃശ്യ ദൈവത്തിന് ജീവനുള്ള പ്രതിമയായ ക്രിസ്തു. ആ ക്രിസ്തു എന്ന പ്രതിമയ്ക്ക് പ്രതിമകളുണ്ടോ? ഉണ്ട്. ആരാ? പ്രൈസ് ഗാഡ്. 2 Corinthians chapter 3 verse 18. 2 കൊരിന്ത്യർ 3:18. We are being transformed into the same image, one degree of glory, tejas, to a higher degree of tejas, glory. കണ്ടോ? സ്തോത്രം. സ്തോത്രം. നാമും ഈ പ്രതിമ, ജീവനുള്ള ദൈവത്തിൻ്റെ, അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യ പ്രതിമയായ യേശു ക്രിസ്തുവിൻ്റെ പ്രതിമകളായി രൂപാന്തരപ്പെടുകയാണ്. എങ്ങനെ? തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചുകൊണ്ട്. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച്. സ്തോത്രം. വിവരിക്കാൻ നേരെയില്ലെങ്കിലും ഞാൻ പറയട്ടെ, യേശു ക്രിസ്തുവിൻ്റെ 3 രൂപങ്ങളുണ്ട്. 3 forms of Jesus. One is the pre-existent form of Christ. Second, the human form of Christ came in the flesh. And third is the exalted form of Christ. യേശു ക്രിസ്തുവിൻ്റെ 3 അവസ്ഥകൾ, 3 രൂപങ്ങൾ. ഒന്ന് പൂർവാസ്തിക്യ രൂപം, pre-existent, pre-eminent. അതായത് മറിയയിൽ മനുഷ്യനായി ജഡമെടുക്കുന്നതിന് മുൻപുള്ള യേശു. അതിനെയാണ് യേശു യോഹന്നാൻ 17 പറയുന്നത്, എനിക്ക് ലോകമുണ്ടാകും മുമ്പേ നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. സ്തോത്രം. രണ്ടാമത്തേതാണ് ജഡമെടുത്ത യേശു. സാധാരണ നമ്മൾ അതിനെ അവതാരമെടുത്ത യേശു എന്ന് പറയും,
പ്ലീസ്, ജഡാവതാരമെന്ന് പറയരുത്. യേശു അവതാരമല്ല. തിയോളജിക്കാരുണ്ടാക്കിയ ഒരു വാക്കാണ് ഇൻകാർണേഷൻ, ബട്ട് നോട്ട് ഫൗണ്ട് ഇൻ ദ ബൈബിൾ. സ്തോത്രം. നോട്ട് ഓൺലി ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ ബൈബിൾ, ബട്ട് ഇറ്റ് ഈസ് എഗൻസ്റ്റ് ദ ബൈബിൾ. ബൈബിളിന് യോജിക്കാത്ത പദമാണ് ഇൻകാർണേഷൻ അഥവാ അവതാരം. അവതാരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആയിരക്കണക്കിന് അവതാരങ്ങളുണ്ട്. അതിൽ 10 അവതാരങ്ങൾ, ദശാവതാരം പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യക്കാരായ നമുക്കറിയാമല്ലോ, ഇന്ത്യയിലെ ഈ അവതാരങ്ങളെല്ലാം വന്നേക്കുന്ന ഇന്ത്യയിൽ. അതും ഒരു വലിയ അത്ഭുതമാണ്. വേറെ എങ്ങും പോയിട്ടില്ല വരുന്നു. ഓക്കെ. എന്നാൽ ഈ അവതാരങ്ങൾ വല്ലതും പൂർണ്ണമാണോ? അല്ല. പൂർണ്ണമല്ലാത്തത് കൊണ്ടാണ് കാലാകാലങ്ങളിൽ ഇവയ്ക്കൊക്കെ പിന്നെയും പിറക്കേണ്ടി വരുന്നത്. എന്നാൽ യേശു വന്നത് പൂർണ്ണമോ അപൂർണമോ? പ്രൈസ് ഗാഡ്. 3 പദങ്ങൾ ശ്രദ്ധിച്ചോണം. ക്രൈസ്റ്റ് കെയിം ആൻഡ് ഹി വാസ് ഓഫേർഡ് ആസ് ദ സാക്രിഫൈസ് ഓൺലി വൺസ്. സെക്കൻഡ് വേർഡ്, he died, he came and died for all. And third, and he wrought redemption forever. യേശുക്രിസ്തുവിൻ്റെ ജഡധാരണവുമായി ബന്ധപ്പെട്ട 3 പദങ്ങൾ പ്രസക്തമാണ്. യേശു ഒരിക്കലായി വന്നു, എല്ലാവർക്കും വേണ്ടി മരിച്ചു, എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. ഒരിക്കലായി, എല്ലാവർക്കും വേണ്ടി, എന്നേക്കുമുള്ളത്. സ്തോത്രം. ഒരൊറ്റ അവതാരത്തിനും ഈ 3 കാര്യങ്ങൾ അവകാശപ്പെടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യേശു ആരല്ല? അവതാരമല്ല. നമുക്ക് പാട്ടുകളിലൊക്കെ ഉണ്ട്, അത് ചിലപ്പോൾ പാടിയേ പറ്റുള്ളൂ. സ്തോത്രം. ഇഹധരിച്ച അവതരിച്ചിഹേ നരനായി എന്നൊക്കെയുള്ള പാട്ടുകളുണ്ട്. പ്രശസ്തന്മാരെഴുതിയ പാട്ടാക്കി, ശരിയാ, നമുക്ക് ചിലപ്പോൾ പാടിയേ പറ്റുള്ളൂ. അതിൽ എക്സംഷൻ വെച്ചു. പക്ഷേ അല്ലാതെ പറയുമ്പോൾ, ഈ പഠിച്ചു വന്നതുകൊണ്ട് ഞാനും ഇടയ്ക്കിടയ്ക്ക് അങ്ങ് തെറ്റി പറയാറുണ്ട്. അങ്ങനെ ചിലപ്പോൾ വന്നേക്കും, പക്ഷെ മനഃപൂർവ്വം ഒഴിവാക്കുക. സ്തോത്രം. അപ്പോൾ യേശുവിൻ്റെ 2ാമത്തെ രൂപം, 1ാമത്തെ രൂപം പൂർവാസ്തിക്യതയാണ്, പ്രീ എക്സിസ്റ്റൻസ്. 2ാമത്തേത് മറിയയുടെ ഉദരം മുതൽ ഉള്ള യേശു, മനുഷ്യനായ യേശു, ജഡധാരണം ചെയ്ത യേശു. ആ പദമാണ് ബൈബിൾ ഉപയോഗിക്കുന്നത്. The word became flesh. വചനം ജഡമായി തീർന്നു എന്ന്. സ്തോത്രം. 3ാമത്തെ രൂപമാണ് the exalted form of Christ. സ്തോത്രം. തേജസ്കരിക്കപ്പെട്ട, ഉയർത്തപ്പെട്ട യേശു. സ്തോത്രം. ഇതിൽ നാം ഏത് രൂപത്തോടാണ്, സ്തോത്രം, അനുരൂപപ്പെടാൻ പോകുന്നത്? തേജസ്കരിക്കപ്പെട്ട രൂപത്തോടാണ് അനുരൂപപ്പെടാൻ പോകുന്നത്. സ്തോത്രം. ഓക്കെ. We are to be conformed into the glorious form. സ്തോത്രം. ഓർക്കുക, 2 പദങ്ങൾ ശ്രദ്ധിച്ചോണം. Here is a transformation inwardly which would guarantee a conformation outwardly. Got it? Here is a demand of transformation inwardly and which would guarantee a conformation outwardly. ആന്തരികമായ രൂപാന്തരത്തിലൂടെ ബാഹ്യമായ ഏകീഭാവത്തിലേക്ക് എത്തുന്ന ഒരു പ്രക്രിയയാണ് ഈ അനാദി നിർണയത്തിലെ തേജസ്കരണം എന്ന വിഷയം. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. ഒന്നുകൂടെ ഞാൻ പറയാം, അത് വിശദമാക്കാം. ആ ഭാഗമാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. അപ്പോൾ കർത്താവിൽ നമുക്കുള്ള അനാദി നിർണയത്തിൻ്റെ ഭാഗം സകലവും നമ്മുടെ ജീവിതത്തിൽ, ആത്മീയത്തിലും ഭൗതികത്തിലും കുടുംബജീവിതത്തിലും ജോലിയിലും പഠനത്തിലും ശരീരത്തിലും ബുദ്ധിയിലും മനസ്സിലുമൊക്കെ ദൈവം ചെയ്യുന്ന എല്ലാം കൂടെ കൂട്ടിച്ചേർത്താൽ നന്മയ്ക്ക് വേണ്ടി ദൈവം ചെയ്യുന്നു. ആ നന്മ എന്ന് പറയുന്നത് ഏതാണ്? തേജസ്കരണമാണ്. അഥവാ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുക. ഏത് സ്വരൂപത്തോട്? തേജസ്കരിക്കപ്പെട്ട സ്വരൂപത്തോട്. അതിനെയാണ് നമ്മൾ തേജസ്കരണം എന്ന് വിളിക്കുന്നത്. ആ പ്രത്യാശയാണ് നമുക്കുള്ളത്. We live with that hope.
സ്തോത്രം. ആ പ്രത്യാശയോടെയാണ് നാം ജീവിക്കുന്നത്. അതാണ് ക്രിസ്ത്യൻ ഹോപ്പ് എന്ന് പറയുന്നത്. ആ ക്രിസ്തീയ പ്രത്യാശ പൂർണ്ണമാകണമെങ്കിൽ ഭാവിയിൽ നടക്കുന്ന 30-ലധികം പ്രധാന സംഭവങ്ങളുണ്ട്. അവിടേക്ക് തൊടാൻ നമുക്ക് പറ്റില്ലെന്ന്. എന്നാൽ അതിലെ ദ കീ എസ്കറ്റോളജിക്കൽ ഈവൻറ്റ്, ഓക്കെ, ഭാവിയിൽ നടക്കാനിരിക്കുന്ന നമ്മുടെ തേജസ്കരണം ഉൾപ്പെടെയുള്ള സംഭവങ്ങളുടെ താക്കോൽ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ മേഘപ്രത്യക്ഷതയാണ്. അതായത് യേശു ക്രിസ്തു വന്നില്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നതൊന്നും നടക്കത്തില്ല. ചത്താ ചത്തു, അടക്കിയാൽ അടക്കി, ഉയർപ്പ് പോലും ഉണ്ടാവില്ല. നമ്മളിങ്ങനെ ഇനി പാപവും കഷ്ടമൊക്കെ വർദ്ധിക്കത്തതേ ഉള്ളൂ. കടലിൽ വരെ ഫ്ലഡ്, വെള്ളപ്പൊക്കം ഉണ്ടാകാൻ പോവാ. യൂഫ്രട്ടീസ് നദി ഉൾപ്പെടെയുള്ള നദികൾ ഉണങ്ങി വരണ്ടുകൊണ്ടിരിക്കുന്നു. പാപം പെരുകുന്നു. ഇന്ന് ഞങ്ങളിപ്പോൾ രാവിലെ കൊണ്ട് വന്നപ്പോഴും ആ കാര്യം പറയായിരുന്നു. ഇൻക്രീസ് ഓഫ് സിൻ എവ്രിവെയർ. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? എതിർ ക്രിസ്തുവിനെ ലോകത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ വേണ്ടി പാപം പെരുകണം. പാപത്തിൻ്റെ നുരത്തള്ളലിൻ്റെ ആ ചിറകിലേറിയാണ് അവൻ വരുന്നത്. ദാനിയേൽ 9:27, മ്ലേച്ഛതയുടെ ചിറകിന്മേൽ അവൻ ആരൂഢനായിട്ട് വരും. ആര്? എതിർ ക്രിസ്തു, ആൻറ്റി ക്രൈസ്റ്റ്. അതിന് പാപം പെരുകിയേ പറ്റൂ. പക്ഷേ അതിൻ്റെ എല്ലാം നടുവിൽ നമുക്കുള്ള പ്രത്യാശ എന്താ? അവൻ വരുന്നതിന് മുമ്പ് നമ്മൾ ഇവിടുന്ന് പോകുമെന്നുള്ളതാണ്. നമ്മൾ പോകുന്നത് വിസ അയച്ചതെന്ന് അങ്ങോട്ട് ഇങ്ങ് പോരെന്ന് പറയുകയല്ല. സ്തോത്രം. ഇങ്ങോട്ട് വന്ന് നമ്മളെ കൊണ്ടുപോവുകയാണ്. പ്രൈസ് ഗാഡ്. സ്തോത്രം. ഇങ്ങോട്ട് വന്ന് നമ്മളെ കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോയിട്ട് ഇവിടെ 6 മാസത്തെ വീസയ്ക്ക് വന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്നത് പോലെ 6 മാസം കഴിഞ്ഞ് തിരിച്ചു വിടുകയല്ല. തിരുവെടുത്ത് പറയുന്നു, നാം കർത്താവിനോടുകൂടെ ഇങ്ങനെ എപ്പോഴും നാം കർത്താവിനോട് കൂടെ ആയിരിക്കും. അതൊക്കെ പലപ്പോഴും നമ്മൾ ശവമടക്കിന് വെറുതെ വായിച്ചു വിടുന്ന വാക്യങ്ങളാണ്. 1 തെസ്സലോനിക്കർ 4:17. അങ്ങോട്ടൊന്നും പോകാൻ നാം ഇപ്പോൾ സമയമെടുക്കുന്നില്ല. അപ്പോൾ ഈ സംഭവം, ഈ നമ്മുടെ പ്രത്യാശയുടെ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ കീ ഈവൻറ്റ്, ഏറ്റവും താക്കോൽ സംഭവമായി യേശുവിൻ്റെ മേഘപ്രത്യക്ഷത നടക്കണം. സ്തോത്രം. അതാണ് നമ്മുടെ പ്രത്യാശ. പ്രത്യാശ നമുക്കുണ്ടല്ലോ അല്ലേ? ഹല്ലേലൂയ. സ്തോത്രം. ആ പ്രത്യാശ നമുക്കുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച എത്ര പേര് മനഃപൂർവ്വം യേശുവിൻ്റെ വരവിനെക്കുറിച്ച് ഒന്ന് ഓർത്തായിരുന്നു, ഒന്ന് ധ്യാനിച്ചായിരുന്നു? അവിടെ കൈയൊന്ന് കണ്ടാക്കൊള്ളായിരുന്നു. സ്തോത്രം. പ്രൈസ് ഗാഡ്. താങ്ക് യു ലോർഡ്. സ്തോത്രം. ഓർക്കണം, അതെപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. സ്തോത്രം. രാത്രിയിലൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ ഒന്ന് ഉണരത്തില്ലേ? ആ ഉണരുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് മിന്നൽ പോലെ ഓടിയെത്തേണ്ട ചിന്ത യേശുവിൻ്റെ വരവെന്നുള്ളതായിരിക്കണം. സ്തോത്രം. അപ്പോൾ യേശു കർത്താവിൻ്റെ വരവും നമ്മുടെ തേജസ്കരണവും നമ്മുടെ കർത്താവിനെ മുഖാമുഖം കാണുന്നതും ഒക്കെ നമ്മുടെ പ്രത്യാശയാണ്. സ്തോത്രം. ഇനിയും നമ്മൾ പറയാൻ പോകുന്നത്, വാട്ട് ഈസ് ദ ഒബ്ലിഗേഷൻ ഓഫ് ദിസ് ഇറ്റേണൽ പർപ്പസ് ഓഫ് ഗാഡ്? ഈ ദൈവത്തിൻ്റെ അനാദി നിർണയത്തോടുള്ള നമ്മുടെ കടപ്പാടെന്താണ്? വാട്ട് വി ആർ ought to do since there is an eternal purpose of God. ദൈവത്തിൻ്റെ അനാദി നിർണയം നമുക്ക് വേണ്ടി ഇത്ര വലുതായിട്ടുള്ളത് കൊണ്ട് നാം എന്ത് ചെയ്യണം? സ്തോത്രം. എന്താ നാം ചെയ്യേണ്ടത്? അതിനെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. We have a promise of conformation to the glorious image of Jesus. And what is obligation? What is the demand? That is an internal transformation. ആന്തരികമായ രൂപാന്തരം എന്നുള്ളതാണ് ഈ ബാഹ്യമായ തേജസ്കരണത്തിന്, ക്രിസ്തുവിൻ്റെ തേജസ്സിനോടുള്ള ഏകീഭാവത്തിന് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അതിനെ യോഹന്നാൻ്റെ ഭാഷയിൽ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാം.
നമ്മൾ ഇന്നലെയും മിനിയാന്നും വായിച്ച ഒരു വാക്യമാണ് 1 John chapter 3 and verse 2. 1 യോഹന്നാൻ 3:2 നമ്മൾ ഇന്നലെ 2 സെഷനുകളിൽ വായിച്ചു. അതുകൊണ്ട് ഇനിയത് വായിക്കുന്നില്ല. നാം ക്രിസ്തുവിനോട് സദൃശന്മാർ. അതിൽ 3 കാര്യങ്ങൾ ഇന്നലെ വൈകിട്ട് നമ്മൾ പറഞ്ഞു. അവൻ പ്രത്യക്ഷനാകും, കർത്താവിനെ നമ്മൾ താൻ ഇരിക്കും പോലെ തന്നെ കാണും, നാം അവനോട് സദൃശന്മാരാകും. വാട്ട് ഈസ് ഒബ്ലിഗേഷൻ? വേഴ്സ് നമ്പർ 3. മാറ്റണ്ട മോനെ, 3-ാമത്തെ വാക്യം. അയ്യാ, praise God. This is the demand. എന്താണ്? If we have this hope in Christ, what shall we do? We will purify ourselves as Pastor Santosh is pure, as the preacher is pure. No. As the one who shared the gospel with us is pure. No. Stotram. As he is pure. Hallelujah. He means who will come. He is pure. Who is that he? To whom we shall be conformed. Stotram. Whom we shall see as he is. സ്തോത്രം. അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ. സ്തോത്രം. പാട്ടുപാടുന്ന പാസ്റ്റർ എബിൻ, പ്രസംഗിക്കുന്ന ഇവിടുത്തെ പാസ്റ്റർ സന്തോഷ്, അല്ലെങ്കിൽ പ്രസംഗകനായിരിക്കുന്ന XY, അല്ലെ നമ്മുടെ സംഘടനാ സഭയുടെ നേതാവ്, സ്ഥാപകൻ, ഇവരാരും നിർമ്മലരായിരിക്കുന്നത് പോലെയല്ല. സ്തോത്രം. നമ്മെ തന്നോട് അനുരൂപരാക്കുവാൻ വേണ്ടി പ്രത്യക്ഷനാകുവാൻ പോകുന്ന നമ്മുടെ തേജസ്കരിക്കപ്പെട്ട കർത്താവ് നിർമ്മലനായിരിക്കുന്നത് പോലെ നാമും നിർമ്മലരായിരിക്കണമെന്നുള്ളതാണ് ഈ പ്രത്യാശയുടെ സ്തോത്രം ഡിമാൻഡ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അതിനെ നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഹോളിനെസ് എന്ന് പറയാം, അല്ലേ? ഹോളിനെസ്. സ്തോത്രം. വിശുദ്ധീകരണം അല്ലെങ്കിൽ വിശുദ്ധി. നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ വിശുദ്ധി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന്. വിശുദ്ധിയുടെ അർത്ഥം എന്ന് പറയാമോ? നമ്മൾ ഒത്തിരി ഉപയോഗിക്കുന്നൊരു പദമാണ്. പെന്തക്കോസ്ത്, മലയാളി പെന്തക്കോസ്തരായ നമ്മൾ അതിൻ്റെ കൂടെ ഒരു പദം കൂടെ കൂട്ടിച്ചേർക്കും, വിശുദ്ധിയും വേർപാടും. എന്താ ഈ സാധനം? പെട്ടെന്നൊന്ന് പറഞ്ഞേരെ. വിശുദ്ധി ഹാഗിയോസ് എന്ന മൂലപദമാണ്. ഹാഗിയോസ്മോസ് എന്നൊക്കെ പറയും. ആ പദത്തിൻ്റെ അർത്ഥം, ഒന്നാമത്തെ അർത്ഥം, ഞാൻ 2 അർത്ഥങ്ങൾ പറയാം. ഒന്നാമത്തെ അർത്ഥം ഏറ്റവും സിമ്പിളായിട്ടുള്ളത് സെറ്റ് അപ്പാർട്ട് എന്നാണ്. സ്തോത്രം. വേർതിരിച്ചു വയ്ക്കുക എന്നുള്ളതാണ്. 2 സാധനങ്ങൾ ഒരുമിച്ചിരിക്കുന്നു, 2 എണ്ണം ഒരുമിച്ചിരിക്കുന്നു. ഈ ഒരുമിച്ചിരിക്കുന്ന 2 എണ്ണത്തിൽ നിന്ന് ഒന്നിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നു. ഈ മാറ്റി വയ്ക്കുന്ന പ്രക്രിയയുടെ പേരാണ് വിശുദ്ധി, സെറ്റ് അപ്പാർട്ട്. സ്തോത്രം. സോ സാങ്ക്ടിഫിക്കേഷൻ, ഹോളിനെസ്, ഹോലി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് അർത്ഥം. മറ്റേതിൽ നിന്ന് ഇതിനെ മാറ്റിവെക്കുന്നു. സ്തോത്രം. We are holy unto the Lord. We are consecrated unto the Lord. സ്തോത്രം. നാം ദൈവത്തിനായി വിശുദ്ധീകരിക്കപ്പെട്ടവർ എന്ന് പറയുമ്പോൾ നാം ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവർ എന്നാണ് അർത്ഥം. സ്തോത്രം. അപ്പോൾ വിശുദ്ധിയുടെ ഒന്നാമത്തെ അർത്ഥമാണ് എന്ത്? വേർപാട്, സെറ്റ് അപ്പാർട്ട്. സ്തോത്രം. അതുകൊണ്ട് വേർപാടില്ലാത്ത വിശുദ്ധി അല്ല. സ്തോത്രം. A holiness without separation cannot be called holiness. സ്തോത്രം. മനസ്സിലായോ? Praise God. രണ്ടാമത്തെ അർത്ഥം. ഓക്കെ മോനെ, നീ ഇങ്ങോട്ട് മാറിയിരുന്നല്ലോ. എങ്കിൽ നമ്മൾ ചോദിക്കുക, മാറിയിട്ടെ എന്തുകൊണ്ട് വ്യത്യാസം? അപ്പോൾ വിശുദ്ധിയുടെ രണ്ടാമത്തെ അർത്ഥം എന്താണ്? ഡിഫറൻസ്, വ്യത്യാസം എന്നുള്ളതാണ്.
ചിലരെ സഭ മാറത്തില്ലേ? സഭ നമ്മൾ ഇന്നലെ പാടിയായിരുന്നു, നാടുവിട്ടു വീട് വിട്ടു നാമധേയക്കൂട്ടം വിട്ടു. നമ്മൾ വിട്ടല്ലോ. ചോദ്യം, വിട്ടിട്ടെ എന്തുകൊണ്ട് വ്യത്യാസം? അവിടെ വെച്ചുള്ളതൊക്കെ തന്നെ ഇപ്പോഴും ഇല്ലേ? അവിടെ വെച്ചുണ്ടായിരുന്ന ചിന്താഗതിക്ക് മാറ്റം വന്നോ? നമ്മൾ കുട്ടികളുടെ സ്കൂള് മാറ്റും. ഓ, ഈ സ്കൂളിൽ പഠിച്ചിട്ട് കൊച്ച് പഠിക്കുന്നില്ല, ജയിക്കുന്നില്ല, ചീത്ത വിളിക്കുന്നു, അരുതാത്ത സ്വഭാവങ്ങളൊക്കെ, അതുകൊണ്ട് നമ്മൾ സ്കൂൾ മാറ്റി. ശരി, വേറെ സ്കൂളിലാക്കി. ഒരു വർഷം കഴിഞ്ഞിട്ട് ഈ പഴയ സ്കൂളിലെ പ്രിൻസിപ്പൽ നമ്മളെ കണ്ടപ്പോൾ ചോദിച്ചു, എങ്ങനെയുണ്ട് മോൻ പുതിയ സ്കൂളിലൊക്കെ? ഓ, ഒരു വ്യത്യാസമില്ല. പിന്നെ എന്തിനാ സ്കൂൾ മാറ്റിയേ? ഇത് തന്നെയാണ് വിശുദ്ധിയുടെ രണ്ടാമത്തെ അർത്ഥം. എന്തേ? ഡിഫറൻസ്, വ്യത്യാസം. ഇഫ് വി ക്ലെയിം ടു ബി ഹോളി, there is a strong uncompromising demand of difference. സ്തോത്രം. നാം വിശുദ്ധരെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തു വേണം? വേർപാട് മാത്രം പോരാ, വ്യത്യാസം വേണം. അതുകൊണ്ട് പറയട്ടെ, a holiness without separation is not holiness. A separation without difference is not at all a separation. Got it? സ്തോത്രം. വേർപാടില്ലാത്ത വിശുദ്ധിയല്ല. വ്യത്യസ്തതയില്ലാത്ത വേർപാടുമല്ല. സ്തോത്രം. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യവും കൂടെ വിശുദ്ധിയോടനുബന്ധിച്ച് ഞാൻ ചോദിക്കട്ടെ. വാട്ട് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് വിശുദ്ധി? ഹോളിനെസ്. വിശുദ്ധിയുടെ വിപരീതം എന്താ? എന്തോ? അശുദ്ധി, മലിനത. തെറ്റല്ലെങ്കിലും ശരിയല്ല. ഞാനതിനിങ്ങനെ പറയാറുണ്ടായി, ഈ ലാംഗ്വേജ് ടീച്ചർ അതിന് മാർക്ക് തരും, ഫുൾ മാർക്ക് തരും. പക്ഷെ ബൈബിൾ ടീച്ചർ തരുന്നില്ല. എന്തോ? വിശുദ്ധിയുടെ വിപരീതം ഭാഷ വെച്ച് പറഞ്ഞതൊക്കെ ശരിയാ, ബൈബിൾ വെച്ച് ശരിയല്ല. അതിലും ആഴത്തിലാണ് ബൈബിൾ തരുന്ന നിർവചനം. ഓപ്പോസിറ്റ് എന്നുള്ളതിന് വിപരീതം. അതിലും ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ, സോറി, എനിക്ക് വേണ്ടതുപോലെ പറഞ്ഞു പിടിപ്പിക്കാൻ പ്രാപ്തിയില്ല. എന്നാലും വാക്യം തരാം നിങ്ങൾക്ക്. ഒത്തിരി വാക്യമുണ്ട്, എന്നാൽ 1-2 വാക്യം മാത്രം തരാം, സമയം നമുക്ക് പരിമിതമാണല്ലോ. എസേക്കിയേൽ ചാപ്റ്റർ 42 വേഴ്സ് 20. എഹെസ്കേൽ 42 20 വാക്യം. എന്തൊക്കെ തമ്മിലാ? ബാക്കി നമുക്ക് സമയമില്ല വായിക്കാൻ, അത്ര മതി. വിശുദ്ധവും സാമാന്യമായതും തമ്മിൽ വേർതിരിക്കുവാൻ. അങ്ങനെയാണെങ്കിൽ വിശുദ്ധിയുടെ വേദപുസ്തക വിപരീത പദം എന്തുവാ? സാമാന്യം. 44:23 ഓൾസോ പ്ലീസ്. 44 23 കൂടെ. മതി. എന്തൊക്കെ തമ്മിലാ വ്യത്യാസം? വിശുദ്ധവും സാമാന്യവുമായതും തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെയാണെങ്കിൽ വിശുദ്ധിയുടെ വിപരീതം എന്തുവാ? സാമാന്യം. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നാം വിശുദ്ധരാകുന്നെങ്കിൽ എന്തിൽ നിന്നാണ് വേർപാട് വേണ്ടത്? സ്തോത്രം. അതല്ലേ നമ്മുടെ മുമ്പിലെ ചാലഞ്ച് എന്ന് പറയുന്നത്? അശുദ്ധിയിൽ നിന്ന് നമ്മൾ തീർച്ചയായിട്ടും മാറും, അത് പറഞ്ഞാൽ മനസ്സിലാവും, നോ ക്വസ്റ്റ്യൻസ് അറ്റ് ആൾ. പക്ഷേ ദൈവം നമ്മോട് ആഗ്രഹിക്കുന്ന വേർപാടും വിശുദ്ധിയും വ്യത്യാസവും അശുദ്ധമായതിൽ നിന്നോ പാപമയമായതിൽ നിന്നോ അല്ല. പിന്നെ എന്തിൽ നിന്നാ? സാമാന്യമായതിൽ നിന്ന്. കോമൺ ആൻഡ് ഓർഡിനറി.
biblical holiness demands a separation as well as difference, not only from which is defiled, which is unholy, sinful, but rather even from the common and ordinary. സ്തോത്രം. സാമാന്യമായതിൽ നിന്നുപോലും സാധാരണമായതിൽ നിന്നുപോലും ഉള്ള വേർപാടും വിശുദ്ധിയും വ്യത്യാസവുമാണ് വേദപുസ്തകം നമ്മോട് ആവശ്യപ്പെടുന്നത്. കാരണം നാം ആരെപ്പോലെയാകാൻ പോകുന്നവരാണ്? യേശുവിനെ പോലെയാകുവാൻ പോകുന്നവരാണ്. ഇനി വിവരിക്കാൻ നേരമില്ലാത്തത് കൊണ്ട് ക്യാപ്സ്യൂളായി ഞാനൊരു കാര്യം പറഞ്ഞു നിർത്താം. കുറെ വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് എന്നെ ഈ കാര്യം പഠിപ്പിച്ചത്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. മുമ്പ് കുഞ്ഞുങ്ങൾ പാടിയ പോലെ ഇറ്റ്സ് ബബ്ലിങ് ബബ്ലിങ് ബബ്ലിങ്. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ചോദിച്ച പോലെ നമ്മുടെ അകത്ത് ഈ ബബ്ലിങ് വല്ലതും ഉണ്ടോ? സ്തോത്രം. നമ്മുടെ അകത്തങ്ങ് തുള്ളുകയാണ് ആനന്ദം, തുള്ളുകയാണ്. അതുപോലെ എൻ്റെ അകത്തങ്ങ് ആനന്ദം തുള്ളി. എന്താണെന്നറിയാമോ? കർത്താവ് പറഞ്ഞു, എന്നെ പഠിപ്പിച്ചു, മോനെ, നിന്നെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതി എന്ന് പറയുന്നത് എൻ്റെ പുത്രനായ യേശുവിൻ്റെ തേജസ്സിൻ്റെ രൂപത്തോട് അനുരൂപപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതെനിക്ക് ഭയങ്കര സന്തോഷമായപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് ചോദിച്ചു, കർത്താവേ, ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? ഇതെങ്ങനെ സാധിക്കുന്നത്? ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതെങ്ങനെ സാധിക്കുന്നത്? How can I attain it? How is it possible to become like the glorious Christ? കർത്താവ് പറഞ്ഞു, മോനെ, it's so easy to be conformed into the glorious image of Jesus Christ, the exalted Christ. Again I was asking, how? God said, it's very simple. How, God? With a smile, God was just asking me, do you see which Jesus is exalted now? Which Jesus is exalted now? That was why I told you the three forms of Christ. The pre-existent Christ, the human Christ, and the exalted Christ. So God was asking me which Jesus is seen as the exalted and glorious. Before the exaltation of Christ, what form did he receive? We see the human Jesus who walked here down on this planet, just as you and me. And that human Jesus is seen, exalted and glorified. And therefore, God told me very simple science or very simple chemistry to be transformed into this eternal purpose, that if you walk like Jesus walked, you can also attain the same glory as Jesus is now exalted into. Praise God. മനസ്സിലായോ? വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് എന്നെ പഠിപ്പിച്ചപ്പോൾ, നീ എൻ്റെ പുത്രനായ യേശുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടും. എൻ്റെ അകത്ത് ഈ ബബ്ലിങ് ജോയ് ആയിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ചോദിച്ചു, കർത്താവ് എങ്ങനെയാ പറ്റുന്നത്? ഇപ്പം മെഡിസിന് MBBS പഠിക്കാൻ അഡ്മിഷൻ കിട്ടിയത് കൊണ്ട് ഉടനെ സർജറി ചെയ്യാൻ പറ്റുമോ? ഷുഡ് ഗോ ത്രൂ സം ട്രെയിനിങ്. കർത്താവിനെ ചോദിച്ചു, കർത്താവ് എങ്ങനെയാ ഇത് പറ്റുന്നത്? അപ്പോൾ പറഞ്ഞു, മോനെ, ഭൂമിയിൽ മനുഷ്യനായി ജനിച്ച് ജീവിച്ച എൻ്റെ പുത്രൻ യേശു അല്ലേ തേജസ്കരിക്കപ്പെട്ടത്? അതുകൊണ്ട് ആ തേജസ്സിലെ യേശുവിൻ്റെ സ്വരൂപത്തോട് നിനക്ക് അനുരൂപരാകാൻ പറ്റണമോ? ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, ഭൂമിയിൽ ജീവിച്ച യേശുവിനെ പോലെ നീ ജീവിച്ചാൽ മതി. സ്തോത്രം. Until and unless we walk like the human Jesus, we cannot enter into the glorious form of the exalted Christ. Praise God. മനസ്സിലായോ? Finally, one more verse and we'll conclude. 1 Peter chapter 2 and verse 21. 1 Peter 2:21. 1 പത്രോസ് 2:21. Yeah.
See, Christ also suffered for you, and leaving you or setting you an example, praise God, that we may follow his footsteps. In some versions it is written not example, but it is written pattern. Christ has set before you and me a pattern for us to walk. The meaning of pattern there is writing over. The meaning of example, the meaning of that example or that pattern is writing over. When we send our children to school in kindergarten, we know A, B, C, D is there. There are some dots. A. What the children have to do? Just connect, override those dots. That is often called the example or the pattern. In the same way, we have to walk to the glory. And therefore, Jesus has shown us the pattern. We do not need to invent some new ways, but just to walk on the same pattern. Just fill those blanks or Christ left before us. A pattern, മാതൃക എന്ന പദത്തിൻ്റെ അർത്ഥം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ABCD എഴുതി പഠിക്കുമ്പോൾ ഡോട്ട് ഉണ്ടല്ലോ, ആ ഡോട്ടുകളുടെ മുകളിലൂടെ എഴുതുന്നത് പോലെ യേശു ഭൂമിയിൽ ജീവിച്ച് കാണിച്ച മാതൃക പിൻപറ്റിയാൽ ഇന്ന് യേശു ഇരിക്കുന്ന ഇടത്ത് നമുക്കും എത്തിച്ചേരാം. അതിനുവേണ്ടിയുള്ള ആഹ്വാനം തന്ന് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുന്നു. പ്രൈസ് ഗാഡ്. പ്രഭു കർത്താവിൻ്റെ 2 മിനിറ്റ് ഉണ്ട്. നമ്മുടെ കർത്താവ് നമുക്ക് കാണിച്ച മാതൃക പ്രകാരം നാം ജീവിച്ചാൽ ഇന്ന് ക്രിസ്തു ആയിരിക്കുന്ന മഹത്വത്തിൽ നമുക്കും എത്തിച്ചേരാം. സ്തോത്രം. The challenge before us to be like the human Jesus. സ്തോത്രം. നമ്മെപ്പോലെ ജഡത്തിൽ ജീവിച്ച് നമുക്ക് വേണ്ടി മാതൃക വെച്ചേച്ചു പോയ യേശുവിൻ്റെ അതേ മാതൃക പിൻപറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ അനാദി നിർണയത്തെ പൂർത്തീകരിപ്പാൻ നമുക്ക് സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. Praise the Lord, praise the Lord. Can we all close our eyes as we meditate the words which has come to us? Be like the Christ who lived in the world. നമ്മളെപ്പോഴും കേൾക്കാറുണ്ട്, യേശുവിനെ പോലെ ജീവിക്കണം, യേശുവിൻ്റെ പാതയിൽ പിൻപറ്റണം. പക്ഷേ യേശു കർത്താവിൻ്റെ ആ വഴികൾ, യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ആ സമയങ്ങളിൽ how he walked, how he followed the Lord, can we follow that way? Can we surrender ourselves in God's mighty hands? Can we all close our eyes as we meditate the words which came to us? The 3 forms of Jesus, the pre-existent form, human form, exalted form of Christ, and the Christ who came for us and offered us a sacrifice. Can we rededicate our life? The last couple of days, the messages, it was speaking to me. I believe for each one of you, the word was touching. It was talking to you that to rededicate our life, to surrender our life, to look up to our life, what all things we are lacking, what all things we thought that is right in our life, and we thought we were going in the right track, but according